നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ സീരിയലിൻ്റെ സിനിമ എഡിറ്റിങ്ങും ഡബിങ്ങും നടത്താനായിട്ട് സുമാര ഷാർജുമായിട്ട് ചേർന്ന് സ്റ്റുഡിയോ നടത്തുന്ന കാലത്ത് തിരുവനന്തപുരത്ത് കിള്ളിപ്പാലത്തുള്ള സ്റ്റുഡിയോ ഓഫീസ് റൂമെന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട സീരിയൽ സിനിമ സംവിധായകരുടെയൊക്കെ ഒരു ആവാസ കേന്ദ്രമായിരുന്നു. ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് എറണാകുളത്ത് നിന്ന് വരുന്ന ഒരു സംവിധായകൻ വരികയാണെങ്കിൽ റൂം എടുക്കില്ല, സ്റ്റുഡിയോയിൽ വന്ന് പെട്ടിയെല്ലാം അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് കുളിച്ച് റെഡിയായി എതിർവശത്തുള്ള ഹോട്ടലിൽ ചെന്ന് ആഹാരം കഴിച്ചുകൊണ്ട് പോകേണ്ടിടത്തൊക്കെ പോകും. വൈകുന്നേരം വന്ന് ഈ പെട്ടി എടുത്തിട്ടൊക്കെ പോകും. നല്ല ബന്ധമായിരുന്നു ഒരുപാട് സിനിമാക്കാരുമായിട്ട്, സീരിയലുകാരുമായിട്ട്. അപ്പോൾ എൻ്റെ കൂടി കെയർ ഓഫിൽ എൻ്റെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരനെ സിനിമയിലെ പ്രൊഡക്ഷൻ മാനേജരാക്കി. അപ്പോൾ ഭയങ്കര ശബ്ദമാണ്, നമ്മളെ പേടിപ്പിക്കുന്ന ശബ്ദമാണ്, ഹൊറർ ശബ്ദമാണ്. ഞാൻ ആചാര്യൻ എന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഇതുപോലെ കൊണ്ടാക്കി അവിടെയും കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആളുണ്ട്, നമുക്ക് ലൊക്കേഷൻ മാനേജരായിട്ടൊക്കെ നിർത്താം എന്ന് പറഞ്ഞു. നമസ്കാരം അശോക് കേട്ടോ എന്ന് പറയുമ്പോൾ ആചാര്യൻ്റെ സംവിധായകനായ അശോകൻ തായയിൽ അശോകൻ പറയും, എൻ്റെ പൊന്നനിയാ എന്നെ പേടിപ്പിക്കാതെ എന്ന് പറയും. അങ്ങനത്തെ വല്ലാത്ത ശബ്ദമുള്ള ആളാണ്. ഒരു കറകളഞ്ഞ ഒരു RSSകാരനാണ്. ഞാനതൊന്നും നോക്കിയില്ല. അയാളുടെ ഇല്ലായ്മയും വല്ലായ്മയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ നമ്മുടെ വർക്കൊന്നും ഇല്ലെങ്കിലും ഇയാൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റുഡിയോയിൽ വരും. നമസ്കാരം. അയാൾ 2 ആൺമക്കളാണ്. അവരും ഇങ്ങനെ പറയുള്ളൂ, എവിടെ വെച്ച് ആരെ കണ്ടാലും നമസ്കാരം എന്നേ പറയുള്ളൂ. ഞാനും നമസ്കാരം പറയും. അപ്പോൾ ഈ സുഹൃത്ത് വരികയാണെങ്കിൽ, ഈ മാനേജർ എന്ന് പറഞ്ഞ ആൾ വരികയാണെങ്കിൽ ഒരു 1-2 മണിക്കൂർ സ്റ്റുഡിയോയിൽ ഇരിക്കും. അപ്പോൾ എൻ്റെ ഓഫീസ് റൂമിൽ ആർക്കും ഇരിക്കാം, എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, അവിടെ രഹസ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഊണ് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥലമുണ്ട് പുറകിൽ. അവിടെ മേശപ്പുറത്ത് സിന്ധു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറികളൊക്കെ ഇങ്ങനെ വിളമ്പുമ്പോൾ ആരാണ് എതിർവശത്ത് എൻ്റെ കൂടെ വർത്തമാനം പറഞ്ഞിട്ടിരിക്കുന്നത് അവർക്ക് ഒരു പാത്രത്തിൽ കുറച്ച് ചോറും ഒരുപാട് ഈ കറികളുടെ കുറേ പറക്കി വെച്ച് കൊടുക്കും. അപ്പം ഞാനെൻ്റെ വർത്തമാനം പറയുന്നതിനിടയിൽ അവരത് കഴിക്കും. വയറ് നിറയൊന്നുമില്ല, ഒരു ആശ്വാസം. ഒരുപാട് പേരങ്ങനെ കഴിക്കുന്നവരുണ്ടായിരുന്നു. സിന്ധു നന്നായിട്ട് പാചകം ചെയ്യുന്നതുകൊണ്ട് ആ കറികൾ കഴിക്കാൻ ആൾക്ക് ഇഷ്ടമായിരുന്നു. ഈ സഹോദരൻ ആംബേ ആണെന്നുണ്ട് അതുപോലുള്ള ഏതോ ഒരു വലിയ അന്താരാഷ്ട്ര കമ്പനിയുടെ സാധനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായി. സീരിയൽ കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ അപ്പോൾ ഇയാൾ എന്നോട് വന്ന് സംസാരിച്ചു. 1500 രൂപ വിലയുള്ള തേയില കിലോ, 60 രൂപ വിലയുള്ള മിഠായി, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഞാൻ പറഞ്ഞു ഇതൊന്നും എനിക്ക് വേണ്ട, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ വാങ്ങാനുള്ള ശേഷിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി. അപ്പോൾ ഇയാൾ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഒരു പെൺകുട്ടി നിന്നിരുന്നു, തൂക്കാനും തുടയ്ക്കാനും ഒക്കെ. ഞാനറിയാതെ അവളോട് പറഞ്ഞു, ഇങ്ങനെ ഇത് നല്ല അസൽ സാധനങ്ങളാണ്, ഇതിനെക്കുറിച്ച് നിങ്ങളെ നാട്ടിലുള്ള അയൽവക്കക്കാരെയൊക്കെ ഒന്ന് കൂട്ടിയാൽ ഞാൻ വന്നൊരു ക്ലാസ് എടുക്കാം. ഇതെന്നോട് പറഞ്ഞിട്ട് ഞാൻ തടഞ്ഞെന്നെ. അവരുടെ വീട്ടിൽ ചെന്ന് അയൽവക്കക്കാരെയൊക്കെ അയൽക്കൂട്ടം പോലെ വിളിച്ചു കൂട്ടി ഇയാൾ ക്ലാസ് എടുത്തു. ഇപ്പോൾ എൻ്റെ കുട്ടികൾ സമയം പോകാനായി കഴിക്കുന്നത് 60 രൂപ വിലയുള്ള ഈ മിഠായിയാണ്. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ ഉച്ചകോടി കഴിഞ്ഞിരുന്ന പയ്യനാണ് ഇവൻ. ഊക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീടിൻ്റെ 2ാം നിലയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നു. അപ്പം നമ്മളതിൽ പോവുകയാണെങ്കിൽ, റോഡേ സ്കൂട്ടറോ കാറോ ഓടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് തോന്നും കോഡ്ലെസ് ഫോൺ വെച്ചിട്ട് ആ കോറിഡോറിൽ കൂടെ മേളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, ആ വീടിൻ്റെ ഉടമസ്ഥൻ എന്നേ തോന്നും. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പൊന്നുമംഗലം വാർഡിൽ ഒരു BJP കൗൺസിലർ ജയിച്ചു, ഞാനുമായിട്ട് നല്ല ബന്ധമായിരുന്നു അന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് എനിക്കൊരു സൗജന്യ വീട് വാങ്ങിത്തരുമോ. ഞാൻ പറഞ്ഞു പിന്നെ എന്ത് സംസാരിക്കാം. ഞാൻ ആ കൗൺസിലറോട് സംസാരിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അതിന് ദിനേശ് അയാൾക്ക് ഊക്കോട്ട് വീടില്ലേ. അവന് ഊക്കോട്ട് വീടൊന്നുമില്ല, താമസിക്കുന്നിടത്ത് വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് സൗജന്യ വീട് കേൾക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ കൗൺസിലർ അറിയുന്നത് അത് വാടകയ്ക്കാണ് താമസിക്കുന്നത്. കാരണം റോഡേ പോകുന്ന ആര് കണ്ടാലും സ്വന്തം വീടെന്ന് തോന്നും. അങ്ങനത്തെ ഒരു പെർഫോമിങ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇയാൾ ഇങ്ങനെ ക്ലാസ് എടുത്തു ആളുകൾക്കൊക്കെ, നിങ്ങളെല്ലാം ഇത് വാങ്ങി കഴിക്കണം, ഇതെല്ലാം ഭയങ്കര സംഭവങ്ങളാണ്, ക്യാൻസറിനെ തടയുന്നതാണ് ഈ തേയില, അതിന് ഇത്രയും രൂപ, അതുകൊണ്ടാണ് ഇത്രയും കിലോയ്ക്ക് വില ഇട്ടിരിക്കുന്നത്. നിങ്ങൾ വെറുതെ ഈ 300-400 രൂപയ്ക്ക് കിട്ടുന്ന ഇവിടുത്തെ കൂതറ തേയിലൊന്നും വാങ്ങി ഉപയോഗിക്കരുതെന്നൊക്കെ പറഞ്ഞു ഇയാൾ ഭയങ്കര ക്ലാസ് എടുത്തു. ആരും 10 പൈസയുടെ സാധനം വാങ്ങിച്ചില്ല, കാരണം അത് വാങ്ങാനുള്ള പാങ്ങുള്ളവരല്ല.
ഇത് ഞാൻ അറിഞ്ഞു, ഇയാൾ ഇങ്ങനെ ഒരു ക്ലാസ്സൊക്കെ എടുത്തു. കാരണം ആ പെൺകുട്ടി തന്നെ വന്ന് സിന്ധുവിനോട് പറഞ്ഞു, നാട്ടുകാരെ മുഴുവൻ ഒരു കളിയാക്കും പോലെ നിങ്ങൾക്കൊന്നും ഇത് കഴിക്കാനുള്ള പാങ്ങില്ല എന്നും, എൻ്റെ കുട്ടികൾ ഇപ്പോൾ സമയം പോകാനായിട്ട് ഈ 60 രൂപയുടെ മുട്ടായിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ തിന്നുന്നതെന്നൊക്കെ പറഞ്ഞു. ഞാനൊരു ദിവസം സ്റ്റുഡിയോയിൽ ഇതുപോലെ ഉച്ചയ്ക്കുണ്ടായിരിക്കുമ്പോൾ എൻ്റെ എതിർവശത്ത് വന്നിരുന്നു. ഞാൻ പറഞ്ഞു, പേര് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെയൊക്കെ നമ്മുടെ സ്റ്റുഡിയോയിൽ നിൽക്കുന്ന കുട്ടിയുടെ വീട്ടിൽ പോയി ഒരു ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞു. അതിനെന്താ ചേട്ടാ? ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, 60 രൂപയുടെ മുട്ടായി നിങ്ങളെ മക്കൾ തേരാപാര പോകുമ്പോൾ തിന്നുന്നു, പക്ഷേ നിങ്ങൾക്കൊന്നും അത് തിന്നാനുള്ള യോഗ്യതയില്ല എന്നൊക്കെ പ്രസംഗിച്ചത് മോശമായിപ്പോയി. അല്ല, ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ന് യാഥാർത്ഥ്യം പറയാൻ തുടങ്ങിയേ? എന്നാ തുടങ്ങിയേ പറ. നിങ്ങൾക്ക് സൗജന്യ വീട് അനുവദിച്ച അടക്കം എല്ലാം എനിക്കറിയാമല്ലോ, ഞാനും കൂടി പറഞ്ഞാണല്ലോ സൗജന്യ വീട് കിട്ടിയത്. വന്ന വഴികൾ മറക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു. ഇങ്ങനെ നാട്ടുകാരെ വലിപ്പിച്ച് ജീവിക്കരുത് എന്ന് ഞാൻ തീർത്ത് പറഞ്ഞു. എടുത്ത അയാൾ എന്നോട് പറഞ്ഞത്, ചേട്ടാ സുകുമാരൻ ഷാർജയെ വലിപ്പിച്ച് ചേട്ടൻ ജീവിക്കുന്നു, ഞാൻ നാട്ടുകാരെ വലിപ്പിച്ച് ജീവിക്കുന്നു. ഞാൻ ഈ തിന്നുകൊണ്ടിരുന്ന് ഞാൻ വാനിറച്ച് ചോറിരിക്കുകയായിരുന്നു, ഞാൻ പൊട്ടി അങ്ങ് ചിരിച്ചുപോയി. ചോറ് മണ്ടയിൽ കയറി സിന്ധു തലയിലൊക്കെ ഇട്ട് കൈയൊക്കെ ഇട്ട് അടിച്ചു. അപ്പോൾ സിന്ധുവിന് ഇയാളെ കൊന്നാൽ കൊള്ളുന്നുണ്ട്, കാരണം ഇയാൾ പറഞ്ഞ വാക്കാണ് സുകുമാരൻ ഷാർജയെ പറ്റിച്ച് ജീവിക്കുന്നു, അതുകൊണ്ട് ഞാൻ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നു. പക്ഷെ ഞാനത് ഹ്യൂമറായിട്ടാണ് എടുത്തത്, ചിരിച്ച് വണ്ണ് കപ്പിപ്പോയി ഞാൻ. അപ്പോൾ അയാൾ കരുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ സ്റ്റുഡിയോയും സിനിമയും ഒക്കെ എടുക്കുന്നതിൽ നിന്ന് സുകുമാരനെ പറ്റിച്ചാണ് ഞാൻ ജീവിക്കുന്നതെന്നാണ്. എനിക്ക് തോന്നുന്നു സുകുമാരൻ സാറിന് അറിയാം 1 രൂപ ദിനേശ് പറ്റിക്കില്ല എന്ന് ജീവിതത്തിൽ. എന്നെ ഒരുപാട് കടക്കാരനാക്കിയ സ്ഥാപനമായിരുന്നു ആ സ്റ്റുഡിയോ. മാസം 10-60,000 രൂപ കടം വലിച്ച് നിവൃത്തിയില്ലാതെയാണ് ഞാനതിൽ നിന്ന് ഒഴിവായത്. പക്ഷേ ഇയാൾ പറയുന്നത് എൻ്റെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത്, ദിനേശ് ചേട്ടൻ സുകുമാരൻ സാറിനെ വലിപ്പിച്ച് ജീവിക്കുന്നു, ഞാൻ നാട്ടുകാരെ വലിപ്പിച്ച് ജീവിക്കുന്നു. ഇപ്പോഴും അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് ചിരി വരും. സിന്ധുവിനിപ്പോൾ ആ ഒരു പഴയ പ്രീതിയില്ല ഇങ്ങനെ എന്നെ പറഞ്ഞതുകൊണ്ട്. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം, ആഗസ്റ്റ് 2-3 തീയതികളിൽ സംസ്ഥാന സർക്കാർ മലയാള സിനിമയ്ക്ക് ഇനി എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളൊരു എൻക്ലേവ് നടത്തുകയാണല്ലോ. വലിയ കോടിക്കണക്കിന് രൂപ ചിലവാക്കിയാണ് നടത്തുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ പറഞ്ഞു, 4-5 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ എന്ന് പറയുമ്പോൾ 9 വർഷത്തിന് ശേഷം സർക്കാരിൻ്റെ ഒരു പരിപാടിക്ക് ഔദ്യോഗികമായി എന്നെ ഈ എൻക്ലേവിന് ക്ഷണിച്ചു. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ സെക്രട്ടറിയും അക്കാഡമിയുടെ സെക്രട്ടറിയും ഒപ്പിട്ട കത്തും ഞാൻ ആ 9 സെക്ഷൻ എന്തോ ഉണ്ട്, ആ സെഷനിൽ ഏതെങ്കിലും 2 പങ്കെടുക്കാൻ പറ്റും, ആ 2 സെക്ഷൻ ഏതാണെന്ന് കാണിക്കാനുള്ള ഒരു ഫോമും ഒക്കെ ആയിട്ട് എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് KSFDC നിന്നും എന്നെ 2 പ്രാവശ്യം വിളിച്ച് വരുമല്ലോ എന്ന് ഉറപ്പിച്ചു. കാരണം ഫുഡും അക്കോമഡേഷനൊക്കെ ഉള്ളതല്ലേ. പിന്നെ അക്കാഡമിയിൽ നിന്നും ഒരാൾ വിളിച്ചു. ഇന്ന് രാവിലെ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ പല പ്രാവശ്യം പറഞ്ഞതല്ലോ, ഞാൻ എണീക്കുന്ന വളരെ ലേറ്റായാണ്. കാരണം 2:30-3 മണിയാകുമ്പോഴാണല്ലോ ഞാൻ ഉറങ്ങണേ. അതുകൊണ്ട് തന്നെ എണീക്കുന്നത് ലേറ്റായാണ്. ഞാനിങ്ങനെ ഉറക്കത്തിൽ കിടക്കുമ്പോൾ എൻ്റെ ഫോൺ പുറത്തിരുന്ന് മണിയടിക്കുന്നു. ഞാൻ ആദ്യം കാര്യമാക്കിയില്ല, 2-3 പ്രാവശ്യം അടിക്കുന്ന കണ്ടപ്പോൾ ഞാൻ എണീറ്റ് പോയി എടുത്തപ്പോൾ കട്ടായി. ഞാൻ ഇപ്പോൾ തിരിച്ചു വിളിച്ചു. നമ്മുടെ സംവിധായകൻ ജോഷി മാത്യു ആണ്, അതായത് മാക്ടയുടെ പുതിയ ചെയർമാൻ. നമസ്കാരമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ദിനേശേ ഞാൻ വിളിച്ചതേ, ശാന്തിപിളേ ഞാൻ വിളിച്ചതേ, സംസ്ഥാന സർക്കാരിൻ്റെ എൻക്ലേവ് നടക്കണമല്ലോ അല്ലേ 2-ാം തീയതി 3-ാം തീയതി. ഞാൻ പറഞ്ഞതേ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ, ഒരുപാട് അലിഗേഷനുകളുള്ള സംവിധായകൻ കമൽ, ഭാഗ്യലക്ഷ്മി, ശാന്തിയുള്ള ദിനേശ് മുതലായവരെയൊക്കെയാണ് ആ എൻക്ലേവിന് വിളിച്ചിരിക്കുന്നത്. പക്ഷേ മാക്ടയുടെ ചെയർമാനായ എന്നെയോ മാക്ടയെയോ ഒരു കത്ത് പോലും അവർ തന്നില്ല. മറ്റേ സുകുമാരൻ സാറിനെ വലിപ്പിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ രാവിലെ എണീറ്റ് കോമഡി കേട്ടതുപോലെ ചിരിച്ചുപോയി. എന്നോട് ജോഷി കാത്തി പറയുക, ഒരുപാട് അലിഗേഷനുള്ള സംവിധായകൻ കമലിനെയും ഭാഗ്യലക്ഷ്മിയും ശാന്തിയുള്ള ദിനേശിനെയൊക്കെ വിളിച്ചു. എന്നോട് ശാന്തിയുള്ള ദിനേശിനെ വിളിച്ചിട്ടാണ് പറയണേ. ഞാൻ വളരെ ശാന്തനായി പറഞ്ഞു, താങ്കൾ പറയുന്ന വിഷമം എനിക്ക് മനസ്സിലാവുന്നു, ഞാൻ ആ ലിസ്റ്റൊക്കെ അയച്ചു തരാം, ഇവരാരെയൊക്കെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അയച്ചു തരൂ, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ നമ്മുടെ ചാനലിൽ പറയണം കേട്ടോ. എന്നെയോ ജനറൽ സെക്രട്ടറിയോ മാക്ടയെയോ ഒന്നിനും വിളിച്ചിട്ടില്ല. പകരം ഒരുപാട് കേസുകളിൽപ്പെട്ട കമലിനെയും ഭാഗ്യലക്ഷ്മിയും ശാന്തിയുള്ള ദിനേശിനെയൊക്കെയാണ് വിളിച്ചത്. രസകരമാണെങ്കിലും ചിന്തനീയമാണ് എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ആമുഖമായിട്ട് പറഞ്ഞത്.
നമസ്കാരം. മഴവിൽ മനോരമയിൽ മറിമായം എന്ന ആക്ഷേപ ഹാസ്യ പരിപാടി വന്നല്ലോ. ഇപ്പോഴും അത് ജനകീയമാണ്, വൻ വിജയമായി അത് മനോരമയിൽ. അത് സംപ്രേഷണം നടക്കുമ്പോൾ രചന നാരായണൻകുട്ടി എന്ന് പറഞ്ഞാൽ പിന്നീട് സിനിമയിൽ എത്തിയ നായിക മറിമായത്തിൽ കണ്ടതുപോലെ അവരുടെ പെർഫോമൻസിലായാലും ശരി, അവരുടെ സൗന്ദര്യത്തിലായാലും ശരി, ഒരു സിനിമയിലും എനിക്ക് പിന്നെ അവരെ കാണാനായില്ല. അത്രയ്ക്ക് രസമായിരുന്നു മറിമായത്തിൽ രചന നാരായണൻകുട്ടി. മറിമായത്തിൻ്റെ സംവിധായകൻ അവിടെ എന്തോ കുണ്ടാമണ്ടി കാണിച്ചു, പുറത്ത് പറയാൻ പറ്റാത്ത ഒരു കുണ്ടാമണ്ടി കാണിച്ചു. മനോരമയിലെ ആൾ അങ്ങനെ പുറത്തായി. മനോരമയിൽ നിന്ന് പുറത്തായപ്പോൾ 24 ഫ്ലവേഴ്സ് തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ നേരെ അഭയം തേടി ശ്രീകണ്ഠൻ നായരെ കാണാൻ ചെന്നു. എനിക്ക് തോന്നുന്നു ഈ മറിമായം തുടങ്ങുമ്പോൾ ശ്രീകണ്ഠൻ നായർ മനോരമയിലുണ്ടെന്ന് തോന്നുന്നു. ഉപ്പും മുളകും എന്നൊരു സ്റ്റോറി ബോർഡ് പറഞ്ഞ് ഉറപ്പിച്ചു സംവിധായകൻ. അത് കഴിഞ്ഞ് സംവിധായകൻ ശ്രീകണ്ഠൻ നായരുടെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ശ്രീകണ്ഠൻ ചേട്ടനെ കാണാനായി ലീൻ ബി ജസ്മസ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുമായിട്ട്, അപ്പം ലീൻ അവിടെ ആയിരുന്നു ജോലി ചെയ്തിരുന്നത്. 24 തുടങ്ങാൻ പോവുകയാണ്, അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ലീൻ അവിടെ ഉണ്ട്. അപ്പം ഞാനും ലീനും കൂടി എന്താ പറയുക, ശ്രീകണ്ഠൻ ചേട്ടൻ്റെ ക്യാബിനിലേക്ക് കയറി ചെന്നു. മറച്ചു വയ്ക്കാതെ അദ്ദേഹം ഉപ്പും മുളകിനെ പറ്റി എന്നോട് സംസാരിച്ചു. അന്ന് ഞാനൊരു 3 കഥ പറയാനാണ് ചെന്നത്. സീരിയലിൻ്റെ പറഞ്ഞു. അനിൽ ഐരൂരിനെ വിളിച്ച് കഥ കേൾപ്പിച്ചു. ഐരൂരിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഉടനെ ചെയ്യാം, ഇപ്പോൾ ഓരോ സ്ലോട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, അടുത്ത സ്ലോട്ടിൽ ദിനേശിന് തരാമെന്ന് ശ്രീകണ്ഠൻ നായർ വാക്ക് പറഞ്ഞു. പക്ഷേ വർഷമായിട്ട് 10 കഴിഞ്ഞിട്ടും ഇന്നും ഫ്ലവേഴ്സ് ചാനലിന് അനഭിമതനാണ് സംവിധായകനായ ശാന്തുള്ള ദിനേശ്. പിന്നെ പലപ്പോഴും പലയിടത്ത് വെച്ചും അദ്ദേഹത്തിൻ്റെ മക്കളുടെ കല്യാണം അടക്കം പലതിനും ശ്രീകണ്ഠൻ ചേട്ടൻ വിളിക്കുകയും ഞാൻ പോവുകയൊക്കെ ചെയ്തു. പക്ഷേ പരമ്പരക്കാര്യം മാത്രം ഞാൻ ഇന്നുവരെ പിന്നെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. വേറെ പലതും പറയും, പിരിയും. അതൊക്കെ മതി എന്ന് ഞാനും വിചാരിച്ചു. അതുപോട്ടെ, ഉപ്പും മുളകും ആസ്വദിച്ച് കണ്ടതുപോലെ അധികം പരമ്പരകൾ ഞാൻ കണ്ടിട്ടില്ല. എവിടെ പ്രസംഗിക്കാൻ പോയാലും, പ്രത്യേകിച്ച് കുട്ടികൾ കൂടുന്ന സ്ഥലങ്ങളിൽ ഞാൻ പ്രസംഗിക്കാൻ പോവുകയാണെങ്കിൽ കൂതറ പരമ്പരകൾ കുട്ടികളെ കാണിച്ച് തുലയ്ക്കരുത് അവരുടെ ഭാവി, ഉപ്പും മുളകും കാണിച്ചു കൊടുക്കൂ എന്ന് ഞാൻ പ്രസംഗിക്കുമായിരുന്നു ആ കാലത്ത്. കാരണം നിങ്ങൾക്കൊക്കെ വയസ്സായി, ഇനി കുഴപ്പമൊന്നുമില്ല, കൗണ്ട് ഡൗണൊക്കെ തുടങ്ങിയ ബാച്ചുകളല്ലേ, നീയൊക്കെ ഏത് സീരിയലാണോ കണ്ടോ, പക്ഷേ കുട്ടികളെ കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിക്കുമായിരുന്നു. ഉപ്പും മുളകും കാണിക്കും എന്ന് പറയുമായിരുന്നു. കാരണം ഉപ്പും മുളകിലും ജീവിതമുണ്ടായിരുന്നു, തിരുവനന്തപുരത്തുകാരുടെ അനുഭവങ്ങളുണ്ടായിരുന്നു, തിരുവിതാംകൂറിൻ്റെ ഭാഷയുണ്ടായിരുന്നു. കാവാലത്തിൻ്റെ ടീമിൽ നിന്നും ഉപ്പും മുളകിൻ്റെ നായകനാവാൻ ചെന്ന ബിജു സോപാന, അദ്ദേഹം ചെയ്ത ശൂലംകുടി വീട്ടിൽ ബാലേന്ദ്രൻ തമ്പി എന്ന ബാലുവും അദ്ദേഹത്തിൻ്റെ ഭാര്യ നീലുവും 4 മിടുക്കരായ കുട്ടികളും ഇവരുടെ 2 പേരുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അച്ഛനമ്മമാരും, പിന്നെ അളിയൻ ശ്രീകുമാർ ചെയ്ത പ്രശസ്തമായ ഒരു ചിരിയുണ്ടല്ലോ അളിയനും പിന്നെ ഒരു മാമനും എല്ലാം കൂടി 1200 എപ്പിസോഡുകളിലൂടെ നമ്മളെ നന്നായി ചിരിപ്പിച്ച പരമ്പരയാണ് ഉപ്പും മുളകും. ഈ 2000 എപ്പിസോഡിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 1900 എപ്പിസോഡെങ്കിലും ഞാൻ കണ്ടു കാണും. നീലുവിൻ്റെ അച്ഛൻ പടവലം വീട്ടിൽ കുട്ടമ്പിള്ളയായി വന്നത് KPSCയിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞ നാടകത്തിലെ പരമപിള്ളയായിരുന്ന KPSC രാജേന്ദ്രനായിരുന്നു. സൂര്യസ്വാമിയിലും ചങ്ങനാശ്ശേരി ഗീതയിലുമൊക്കെ നാടകങ്ങൾ ചെയ്ത പ്രതിഭയായിരുന്നു രാജേന്ദ്രൻ. 54 വർഷം സ്റ്റേജ് ആർട്ടിസ്റ്റായിരുന്നു. 20ാമത്തെ വയസ്സിലാണ് തങ്കഭസ്മം എന്ന നാടകത്തിലൂടെ KPSC രാജേന്ദ്രൻ തുടക്കം കുറിക്കുന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഈ വർഷത്തെ ഗുരുപൂജ പുരസ്കാരത്തിന് അദ്ദേഹവും അർഹനായി. PJ ആൻ്റണിയുടെ കാളരാത്രി എന്ന നാടകത്തിൽ കക്കയം ക്യാമ്പിൽ ഉരുട്ടിക്കൊന്ന രാജൻ്റെ വേഷമായിരുന്നു രാജേന്ദ്രൻ ചെയ്തത്. KPSCയുടെ മാത്രം 20 നാടകങ്ങളിൽ അഭിനയിച്ചു. KPSCയുടെ കൺവീനറും തോപ്പിൽ ഭാസിയുടെ സഹസംവിധായകനുമായിരുന്നു രാജേന്ദ്രൻ. നാടകരംഗത്ത് പ്രശസ്തി ഉണ്ടാക്കിയെടുത്തെങ്കിലും ഉപ്പും മുളകിലെ പടവലം കുട്ടമ്പിള്ള പോലെ പ്രശസ്തി അദ്ദേഹത്തിന് നേടിക്കൊടുത്ത നാടകങ്ങൾ ചുരുക്കമെന്ന് ഞാൻ പറയും. കാരണം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റിലെ വരുമ്പോഴേക്ക് എല്ലാവരും ഓർക്കും, പക്ഷേ ഇതാരാണ് അഭിനയിച്ചിരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവില്ല. അതാണല്ലോ ഈ സ്ക്രീനിൻ്റെ വ്യത്യാസം. KPSC രാജേന്ദ്രനെ ജനകീയനാക്കിയത് ഈ ഉപ്പും മുളകിലെ പടവലം കുട്ടമ്പിള്ള തന്നെയാണ്. 10 വർഷമൊക്കെ ഒരു പരമ്പര നീണ്ടു പോവുകയും പ്രശസ്തി വന്നു ചേരുകയും
ഒരുപാട് കാശ് സമ്പാദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ സെറ്റിൽ പ്രശ്നങ്ങളുണ്ടാകാം. പലരും പോയി, പലരും വന്നു. കുട്ടമ്പിള്ളയുടെ ഭാര്യ വരെ ഇടയ്ക്ക് അവിടുന്ന് പോകേണ്ടി വന്നു. എന്നിട്ടും ആ പരമ്പര മുമ്പോട്ട് പോയി. ഇപ്പോഴിതാ അറിയുന്നു, പടവലം കുട്ടമ്പിള്ളയായി വന്ന KPAC രാജേന്ദ്രൻ വിട വാങ്ങിയിരിക്കുന്നു. ഈ ലോകത്തുനിന്ന് പോയി അദ്ദേഹം. പരമപിള്ളയെ അനശ്വരമാക്കാമെങ്കിൽ കുട്ടമ്പിള്ള ഒരു പ്രശ്നമല്ല. പരമപിള്ള എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ ഒരുപാട് മിന്നിത്തെളിയേണ്ട വേഷമല്ലേ. അപ്പോൾ കുട്ടമ്പിള്ള അദ്ദേഹം സ്വാഭാവികമായ അഭിനയത്തിലൂടെ മനോഹരമാക്കിയതാണ്. ആ വലിയ കലാകാരന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അടുത്തത് നമ്മുടെ നിർമ്മാതാവും സംവിധായകനുമൊക്കെ സുമുഖനായ വിജയബാബുവിനെ കുറിച്ചാണ്. ന്യായം ആര് പറഞ്ഞാലും അത് ന്യായം തന്നെ ആകണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. മലയാള സിനിമയിൽ ചുരുക്കം ആണൊരുത്തൻ ഉണ്ടെങ്കിൽ അതിലൊരാളാണ് വിജയബാബു എന്ന് ഞാൻ പറയും. എൻ്റെ കിടപ്പാടം നഷ്ടപ്പെടുത്തിയതിൽ മോശമല്ലാത്ത പങ്ക് വഹിച്ച മഹാനാണ് വിജയബാബു. 10 ലക്ഷം രൂപയോളം മുടക്കി KK സുധാകരൻ്റെ ഏതോ കിനാവിൻ്റെ തീരത്ത് എന്നുള്ള നോവല് 1 ലക്ഷം രൂപ കൊടുത്ത് അഡ്വാൻസ് കൊടുത്ത് വാങ്ങി, അതിൻ്റെ റൈറ്റ് വാങ്ങിയിട്ട് സൂര്യ TVക്ക് വേണ്ടി അക്കാലത്തെ ഫിക്ഷൻ ഹെഡിനെ കണ്ടു, അപ്രൂവൽ തന്നു. ഞാൻ 5 എപ്പിസോഡ് എടുത്ത് എഡിറ്റിങ്ങും ഡബിങ്ങും ഒക്കെ നടത്തി. നമ്മുടെ സിനിമ നടൻ അശോകനടക്കം വലിയ താരനിരയുള്ള പരമ്പരയായിരുന്നു. 5 എപ്പിസോഡ് ഷൂട്ട് ചെയ്തു. രശ്മി സോമനായിരുന്നു നായിക. അപ്പോൾ പൈലറ്റ് എടുത്തു. കാസറ്റുമായി ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഫിക്ഷൻ ഹെഡ്, അതിൻ്റെ സീരിയലിൻ്റെ ചുമതലയുള്ള ആൾ മാറി. പകരം വന്നിരിക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ FM-ലോ എന്തോ വർക്ക് ചെയ്തിരുന്ന ഹിന്ദി നടനെന്ന് തോന്നിക്കുന്ന മീശയൊന്നുമില്ലാത്ത സുമുഖനായ വിജയബാബു ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. ആദ്യ നോട്ടത്തിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യങ്ങൾ വിശദീകരിച്ച് പൈലറ്റ് കാണാൻ കൊടുത്തു. 1 തവണയായി, 2 തവണയായി, 5 തവണയായി ചെല്ലുമ്പോൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ്, ഞാൻ കണ്ടില്ല, ഞാൻ ലീവിലായിരുന്നു, കറണ്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിജയബാബു ഓരോ കാരണങ്ങൾ പറഞ്ഞ് കുറേ ദിവസം നീട്ടിക്കൊണ്ടുപോയി. അവസാനം എന്നോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് തൽക്കാലം കിനാവിൻ്റെ തീരത്ത് പെൻഡിങ്ങിൽ വയ്ക്കാം. ഞങ്ങൾക്ക് അത്യാവശ്യമായി ഒരു ഹൊററും ക്രൈമും ചേർന്നൊരു സബ്ജക്റ്റിലെ ഒരു പരമ്പര വേണം, ചെയ്യാമോ? നമ്മൾ ഈ നടുക്കടലിൽ കിടക്കും പോലെ ജീവിതം വല്ലാതെ ദുസ്സഹമായതുകൊണ്ട് ഞാൻ ചാടി കയറി പറഞ്ഞു, ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടർ ജനാർദ്ദനെ കണ്ട് ഒരു കഥയുണ്ടാക്കി, തിരക്കഥ എഴുതി വാങ്ങി, വലിയ താരങ്ങളെ വച്ച് 5 എപ്പിസോഡ് എടുത്തു. പൈലറ്റ് കണ്ട 5 എപ്പിസോഡ് കണ്ട വിജയബാബു എന്നോട് വളരെ സ്നേഹപൂർവ്വം പറഞ്ഞു, മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കോംപ്രമൈസ് ചെയ്യാതെ താങ്കൾ 100 എപ്പിസോഡ് ചെയ്താൽ നമുക്ക് ചുരുങ്ങിയത് ഒരു 500-ഓ 1000-ഓ എപ്പിസോഡിലേക്ക് ഇത് കൊണ്ടുപോകാം. അപ്പം ഞാനതിൽ മേഘാലയ ഗവർണറായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രം ചെയ്യുന്ന ആളിന് ഗവർണറല്ലേ വരുന്നത്. അപ്പോൾ സിനിമയിലും സീരിയലിലും ഗവർണർ എന്ന് പറഞ്ഞാൽ സെറ്റിൽ ഓടുന്ന കോളിസ് വണ്ടിയായിരിക്കും. ഞാൻ അന്നത്തെ കാലത്ത് മണിക്കൂറിന് 3000 രൂപ വാടക കൊടുത്ത് ഓടി കാർ ഇറങ്ങിയ സമയമായിരുന്നു. ആ കാറെടുത്ത് അതിൽ രാജ്ഭവൻ്റെ ഗവർണർ വരുന്ന സീൻ വരെ എടുത്ത്, സിനിമയിൽ പോലും എടുക്കാത്തത് അത്രയും പെർഫെക്ഷനിൽ എടുത്തതാണ്. ക്രൈമും ഹൊററും ഒക്കെ ആയതിനാൽ 10 മണി സമയമാണ് എനിക്ക് അനുവദിച്ചത്. 10 മണി ആരും കാണാനില്ലാത്ത സമയം. ഒരു പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് മൂർഖം പാമ്പാണ്. പാമ്പിന് അറിഞ്ഞൂടല്ലോ ഇത് ഒരു എപ്പിസോഡിന് 65,000 രൂപ കിട്ടൂ, നമ്മൾ റീടേക്ക് പാടില്ല എന്നൊന്നും പാമ്പിനറിയില്ല. പാമ്പ് എന്നെ ശരിക്കും വെള്ളം കുടിപ്പിച്ചു. സത്യം പറഞ്ഞാൽ പാമ്പിന് വേണ്ടി മാത്രമൊക്കെ ഞാൻ ഒരു ദിവസം ഫുൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ പാമ്പ് ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്നതിനകത്ത് കിടക്കുന്ന ഒരു ഫോൺ റിങ് ചെയ്യുമ്പോൾ, അതിൽ ബെല്ലടിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പോലീസ് ഓഫീസർ ആ ബെല്ല് കേൾക്കുന്നിടത്തേക്ക് ഓടി വരണം എന്ന് ജനാർദ്ദനെ എഴുതി വെച്ചു. ഈ ബെല്ലടിക്കുന്ന വൈബ്രേഷൻ വരുമ്പോൾ പുറകെ കിടക്കുന്ന പാമ്പ് പത്തി വിടർത്താൻ പാടില്ല. അങ്ങനെയൊക്കെ എന്നെ ഒരുപാട് ചുറ്റിച്ച കഥാപാത്രമായിരുന്നു പാമ്പ്. അങ്ങനെ രാത്രി 10 മണിക്ക് സംപ്രേഷണം തുടങ്ങി. റേറ്റിംഗ് നോക്കണ്ട എന്ന് എന്നോട് പറഞ്ഞു, കാരണം 10 മണിക്ക് റേറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. 10 മണിക്ക് പോകേണ്ട പരമ്പര അക്കാലത്ത് പോകുന്നത് 10, 10, 20, 10:35 പോണേ. അങ്ങനെ കാണാൻ ആളില്ലാതെ 50-ാമത്തെ എപ്പിസോഡിൽ എന്നോടൊരു അറിയിപ്പ് പോലും തരാതെ ചില സാങ്കേതിക പ്രശ്നങ്ങളുകൊണ്ട് ഈ പരമ്പര ഇവിടെ നിർത്തുന്നു എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു ഒരു വെള്ളിയാഴ്ച. അന്ന് അറ്റാക്ക് വന്ന് ഞാൻ മരിച്ചു പോകാത്തത് എൻ്റെ ഭാഗ്യമെന്ന് പറയാം. കാരണം അക്കാലത്ത് ആ പരമ്പര നിർത്തുമ്പോൾ എൻ്റെ കയ്യിൽ 18 എപ്പിസോഡ് ഇരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും?
വേറെ എവിടെയും കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ ശ്രീകണ്ഠൻ നായരെ കണ്ടിരുന്നു കേട്ടോ, മനോരമയിൽ ഇത് കാണിക്കാമെന്ന് വെച്ചാൽ ദിനേശേ മനോരമയിൽ അങ്ങനെ വേറൊരു ചാനലിൽ വന്ന സീരിയൽ ചെയ്യില്ല ദിനേശേ. അപ്പോൾ ചെയ്തിരുന്നു, അത് വേറൊരു സത്യം. ഞാനൊരു ചാനൽ തുടങ്ങുന്നുണ്ട്, അതിൽ ആദ്യത്തെ 5 സ്ലോട്ട് കൊടുക്കുന്നതിൽ ഒന്ന് നിനക്കായിരിക്കുമെന്ന് എനിക്ക് ശ്രീകണ്ഠ ചേട്ടൻ വാക്ക് തന്നാണ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഏതാണ്ട് 10 വർഷമാകുമ്പോൾ ഒന്നും സംഭവിച്ചില്ല, പോട്ടെ. എൻ്റെ കൈവശം ഈ പറഞ്ഞ പോലെ 18 എപ്പിസോഡ് ഇരിക്കുമ്പോഴാണ് 65,000 രൂപയാണ് അന്ന് സൂര്യ ഒരു എപ്പിസോഡിന് തന്നിരുന്നത്. പക്ഷേ ചിലവ് 1,25,000 30,000 ആയിരുന്നു. പരമ്പര നിർത്തുമ്പോൾ 58 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. എൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ട് സൂര്യയുടെ തമ്പ്രാക്കന്മാർ എന്നെ ആശ്വസിപ്പിച്ചു. വിഷമിക്കേണ്ട, 2 മാസം വെയിറ്റ് ചെയ്യൂ. പൈലറ്റ് എടുത്തു വെച്ചാൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കിനാവിൻ്റെ തീരത്ത് എന്ന് പറഞ്ഞ ഏതോ കിനാവിൻ്റെ തീരത്തെന്ന് പറഞ്ഞ സീരിയൽ നമുക്ക് മെയ് മാസത്തിൽ തുടങ്ങാം എന്ന് പറഞ്ഞു. ഇപ്പോൾ 15 മെയ് കടന്നുപോയി എന്നുള്ളതാണ്. 15 വർഷമായി. എൻ്റെ വീട് പോയി എന്നുള്ളതല്ലാതെ വേറെ ഒന്നും എനിക്ക് നഷ്ടപ്പെട്ടില്ല. വിജയബാബു ഒരു ചെറുവിരൽ ആ ഏതോ കിനാവിൻ്റെ തീരത്ത് എൻ്റെ ഉപേക്ഷ കുറവുകൊണ്ടാണല്ലോ മാറ്റിവെച്ചത്, അത് എങ്ങനെയെങ്കിലും ദിനേശിന് കൊടുക്കണമെന്നുള്ള ഒരു ചെറുവിരൽ പോലും വിജയബാബു അനക്കിയില്ല. ഒരു നാൾ ചർച്ചയ്ക്കിടയിൽ ഞാൻ പറഞ്ഞു, വിജയബാബു നിങ്ങൾക്കേ ഒരു ഹിന്ദി സിനിമ നടൻ്റെ കട്ടുണ്ട് കേട്ടോ, അഭിനയിക്കാൻ ഇറങ്ങും, വിജയിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ആകാംക്ഷയുടെ വിജയബാബു എൻ്റെ ശരിക്കും? ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ നല്ലൊരു നടനാവാൻ സാധ്യതയുണ്ട്. കുളി നിൽക്കുന്ന കാലത്താണ് പറഞ്ഞെന്നുണ്ട് വിജയബാബു നല്ല നടനായി, നായകനായി, നിർമ്മാതാവായി, ഞാൻ വാടക വീട്ടിലുമായി. എന്നാലും എനിക്ക് വിജയബാബുവിനെ ഇഷ്ടമാണ്. ഒന്നാമത് പൊള്ളയായ ഇമേജുകളിൽ കക്ഷി വിശ്വസിക്കുന്നില്ല എന്ന് തെളിയിച്ച നിരവധി സംഭവങ്ങളുണ്ട് പറയാൻ. അയാളൊരു പൊള്ളയായ ഇമേജ് ജീവിക്കുന്നില്ല. കുടുംബസ്ഥനായി, ഏകഭാര്യാവൃതനായി, ചരിത്രം സൂക്ഷിച്ച് ജീവിക്കുന്ന അങ്ങനെയുള്ള വങ്കത്തരങ്ങളൊന്നും അദ്ദേഹം പറയാറില്ല. ചാനൽ തലപ്പത്തിരിക്കുമ്പോൾ സിനിമ വിൽക്കാൻ ചെന്ന ഒരു പെണ്ണുപിള്ള ഈ സുമുഖനെ കണ്ടപ്പോൾ കൊത്തിയിരിക്കാം, ആരായാലും കൊത്തിപ്പോവും, സുന്ദരനല്ലേ. ആ ചൂണ്ടയിൽ സുമുഖനായ വിജയബാബു വീണിരിക്കാം, വീണു പോകുമല്ലോ. പിന്നെ കേട്ട കഥകളൊക്കെ നിങ്ങളെപ്പോലെ ഞാനും ഞെട്ടിയ കഥകളായിരുന്നു. ഒരുത്തിയുമായുള്ള പൊറുതി അവസാനിപ്പിക്കാനായി ആവശ്യത്തിനുള്ള ഇടിയും ചവിട്ടും ഒക്കെ കൊടുത്ത് എന്തോ കഥവിൻ്റെ കട്ടളയൊക്കെ വലിച്ചു പറിച്ച് അവസാനം 80 ലക്ഷം രൂപ എന്തോ കൊടുത്താണ് ഒരുത്തിയെ പറഞ്ഞു വിട്ട് ജനാർദ്ദനൻ ചേട്ടൻ പറയുമ്പോൾ കോംപ്ലിമെൻറ്റ്സ് ആക്കിയത്. അപ്പോൾ അതാ വരുന്നു അടുത്തത്. 1 വർഷമോ മറ്റോ വിജയബാബുവിൻ്റെ കൂടെ പൊറുതി. ചതിയിൽ വഞ്ചന പാടില്ല എന്ന് ഈ കൊച്ചിന് അറിയില്ല എന്ന് തോന്നുന്നു. കാശ് എപ്പോഴൊക്കെ ചോദിച്ചോ അതെല്ലാം അയാൾ കൊടുത്തു. നായികയാക്കണമെന്ന് തോന്നുന്നു, നായികയാക്കി. അല്ല പറ്റി ചതിയിൽ വഞ്ചന അയാൾ കാണിച്ചില്ല. അടുത്ത പടം പിടിക്കുമ്പോൾ ഞാനില്ല, നായികയായിട്ട് ഞാനല്ല എന്നറിഞ്ഞപ്പോൾ പീഡന പരാതിയുമായി 1 വർഷം കഴിഞ്ഞ് കോടതിയിലേക്ക് ചെന്നു. എവിടെ വെച്ച് പീഡിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അയാളുടെ താമസ സ്ഥലത്ത് വെച്ചു. 1 വർഷവും അയാളുടെ താമസ സ്ഥലത്ത് ചെന്ന് കൊടുത്തു പീഡിപ്പിക്കാനായിട്ട്. ആരായാലും ഞെട്ടും. പക്ഷേ വിജയബാബു ഞെട്ടിയില്ല. പകരം ഇവിടെ ഒന്ന് ഉണ്ടയിട്ട് വിദേശത്തേക്ക് മുങ്ങി. അവിടെ ചെന്നിരുന്നിട്ട് പരാതി കൊടുത്തവളുടെ പേരും നാളും ഫോട്ടോയും അവളുടെ ഗുണവധികാരവും ഒക്കെ സ്വയം ന്യായീകരിച്ച് പരസ്യമായി അയാൾ പറഞ്ഞു. എന്നെ 1 വർഷമായിട്ട് എൻ്റെ ബന്ധമുണ്ട്, ചോദിച്ച കാലത്തൊക്കെ ഞാൻ കാശ് കൊടുത്തിട്ടുണ്ട്, എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചിട്ടുണ്ട്, ഞാൻ നായികയാക്കാത്തതുകൊണ്ട്, അടുത്ത പടത്തിൽ നായികയാക്കാത്തതുകൊണ്ട് എൻ്റെ പേരിൽ ഇങ്ങനെ എന്നെ ചതിച്ചതാണെന്ന് അയാൾ പച്ചയ്ക്ക് അതിജീവിതമാരുടെ പേരൊന്നും പറയാൻ പാടില്ല. അയാൾ പേരും നാളും ജാതകവും ഒക്കെ പറഞ്ഞു. വിജയബാബുവിനെ തൂക്കിക്കൊല്ലുമെന്നൊക്കെ അന്തിച്ചർച്ചയിൽ പറഞ്ഞ മാപ്രകളുണ്ടായിരുന്നു. ഒരു പുല്ലും സംഭവിച്ചില്ല എന്നുള്ളതാണ്. കാരണം കോടതി തന്നെ ചോദിച്ചത് ഇങ്ങനെ അപവാദ കഥകൾ ഉണ്ടാക്കിയാൽ അയാൾക്കും ഒരു കുടുംബവും മാന്യതയും ഇല്ലേ എന്നാണ് ചോദിച്ചത്. വിജയബാബുവിൻ്റെ കേസിലാണ് ചോദിച്ചത്. അയാൾക്കും കുടുംബമില്ലേ, അയാൾക്കും മാന്യതയില്ലേ? നിങ്ങൾ 1 വർഷം അയാളുടെ പൊറുതി ആയിട്ട് അയാളെപ്പറ്റി ഇപ്പോൾ അപഖ്യാതി പറയുന്നത് ശരിയാണോ എന്ന് കോടതി തന്നെ ചോദിച്ചു. അപ്പോഴൊക്കെയാണ് എനിക്ക് തോന്നിയത് ഈ നാട്ടിൽ കോടതി ഇല്ലായിരുന്നെങ്കിൽ എന്താവും സിനിമാക്കാരുടെ സ്ഥിതി എന്നാണ്. ഒരു കാമഭ്രാന്തൻ അയാൾ കാണിക്കുന്ന കാമലീലകളെപ്പറ്റി നടത്തിയ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അതിന് നടപടിയെടുക്കണം സർക്കാർ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം പോക്സോ കേസിൽപ്പെടുത്തിയ ഒരാളാണല്ലോ ഞാൻ. വെളിവില്ലാത്ത ജോയി മാത്യു പോലും എന്നെപ്പറ്റി പറയുന്നത് അയാൾ പോക്സോ കേസിലെ പ്രതിയല്ലെന്നാണ്. എൻ്റെ പൊന്നു ജോയി മാത്യു കണ്ണുകൊണ്ട് പോലും ഒരു പെണ്ണിനോട് അപമര്യാദയായി ദിനേശ് പെരുമാറിയിട്ടില്ല.
വെള്ളം അടിച്ച് കഞ്ചാവും വലിച്ച് കാണുന്ന പെണ്ണുങ്ങളുടെ കൂടെ ദിനേശ് കിടന്നിട്ടുമില്ല. എന്നെ വിമർശിക്കണമെങ്കിൽ ജോയ് മാത്യു അപ്പൻ്റെ 5 തലമുറയ്ക്ക് മുമ്പ് ജനിക്കണം, ഇനി ഒന്നുകൂടി. അതൊന്നും നടക്കൂല ജോയ് മാത്യു. നിങ്ങൾ എന്നെപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. ഞാൻ 10ാം ക്ലാസ് വരെ പോലും പഠിച്ചിട്ടില്ല, ഞാൻ എന്താ പറയുക പോക്സോ കേസിലെ പ്രതിയാണെന്നൊക്കെ. ഇതൊക്കെ ഒന്നും പറഞ്ഞാലൊന്നും ജോയ് മാത്യുവിനെ എന്നെ തൂക്കിക്കൊല്ലാനൊന്നും കഴിയില്ല. ജോയ് മാത്യു നിങ്ങൾ മാറും, അത്രയേ ഉള്ളൂ. കാരണം അപ്പോൾ എൻ്റെ താഴെ കമൻറ്റ് എഴുതിക്കുന്നിട്ടില്ലേ വലിച്ചത് കൂടിപ്പോയെന്ന്. എന്തായാലും ഈ പറഞ്ഞ കൂതറകൾ വിചാരിച്ചിട്ട് തകർക്കാനാകാത്ത വിജയബാബു അമ്മ തെരഞ്ഞെടുപ്പിലെ ധാർമ്മികതയെപ്പറ്റി ചിലവ് തുറന്നു പറഞ്ഞിരിക്കുന്നു. ഒരുത്തനും പറയാത്ത മീശ വെച്ചാൽ ഒരുത്തനും പറഞ്ഞിട്ടില്ല ഇവിടെ, വിജയബാബു അല്ലാതെ. ബാബുരാജിനെതിരെ 1ലധികം കേസുകൾ നിലവിൽ ഉള്ളതിനാൽ അവ കഴിയുന്നതുവരെ തിരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കണമെന്നാണ് വിജയബാബു ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ പറഞ്ഞത്. എനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഞാൻ മാറി നിന്നു എന്നാണ് വിജയബാബു പറയുന്നത്. ബാബുരാജും ഇപ്പോൾ അതാണ് ചെയ്യേണ്ടത്. കേസുകളിൽ നിരപരാധിത്വം തെളിയിക്കപ്പെട്ട ശേഷം തിരിച്ചു വരാം. എന്തിനാണ് ഇത്ര തിടുക്കം എന്നാണ് ബാബുരാജിനോട് വിജയബാബു ചോദിച്ചത്. താങ്കൾ സംഘടനയെ നയിച്ചതുപോലെ നയിക്കാൻ കഴിവുള്ളവർ വേറെയുമുണ്ട്. സംഘടന ഒരു വ്യക്തിയേക്കാൾ വലുതാണ്, അത് ശക്തമായി തന്നെ നിലകൊള്ളും. വ്യക്തിപരമായി ഈ കുറിപ്പിനെ എടുക്കരുത് എന്നും വിജയബാബു പറയുന്നു. മലയാള സിനിമയിൽ മധുസാറും അടൂരും പോലെ ചുരുക്കം പേരൊഴിച്ച് സർവത്ര പേരും എന്നെ പീഡിപ്പിച്ചേന്ന് സന്തോഷപൂർവ്വം ക്യാമറയ്ക്ക് മുന്നിൽ വില്ലാളി വീരയെ പോലെ പറഞ്ഞത് കേട്ട് രാജിവെച്ചമാർ മണ്ടന്മാരാണെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ അവരെ കൊണ്ട് രാജി വയ്പ്പിച്ചത് മണ്ടന്മാരാണെന്ന് ഞാൻ പറയും. കാരണം മണ്ടന്മാരാണ് എന്ന ചിന്തയിൽ നിരവധി കേസുകളിൽ സിവിലായും ക്രിമിനലായുമുള്ള കേസുകളിൽപ്പെട്ട ഒരാൾ ഞാൻ മത്സരിക്കും എന്ന് പറയുകയും അയാൾക്കായി കുറേ തൈക്കളവുകൾ ഇറങ്ങുന്നതും തെറ്റ് തന്നെയാണ് എന്നാണ് എൻ്റെയും പക്ഷം. ഞാൻ ഈ തൈക്കളവി പ്രയോഗം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞവരിൽ ഒരാൾ എന്നെ വിളിച്ചു. എന്നോട് ചോദിച്ചു, ദിനേശേട്ടാ എന്നെ നിങ്ങൾ തൈക്കളവി എന്ന് വിളിച്ചു അല്ലേ? ഞാൻ പറഞ്ഞു, നിന്നെ ഞാൻ മുത്തശ്ശി എന്ന് പറഞ്ഞില്ലല്ലോ. മുത്തശ്ശിയാവാനുള്ള പ്രായമില്ലേ? കൂട്ടത്തിലുള്ള കുറച്ച് തൈക്കളവികളായതുകൊണ്ടാണ് താങ്കളെയും ചേർത്ത് ഞാൻ തൈക്കളവി എന്ന് പറഞ്ഞപ്പോൾ അവരൊരൊറ്റ ചിരി ഇരിച്ചു. എന്തായാലും വിജയബാബു പറഞ്ഞെടുത്ത് കാര്യങ്ങളെത്തി എന്ന് തോന്നുന്നു. ഇന്ന് നിൽക്കക്കളിയില്ലാതെ ബാബുരാജ് ആ അമ്മയിൽ നിന്ന് ആജീവനാന്ത രാജി പ്രഖ്യാപിച്ച് പുറത്തുപോയി. അപ്പോൾ അമ്മയിൽ ഇനി മത്സരിക്കാൻ, ജനറൽ സെക്രട്ടറിയായിട്ട് മത്സരിക്കാൻ ബാബുരാജ് ഇല്ല. അടുത്തത്, ചെറിയ പ്രശ്നങ്ങളിൽപ്പെട്ട് ചില സിനിമകൾ വെളിച്ചം കാണാതെ ഇരുന്നു പോവും. അത് അതിൻ്റെ ജാതക വിധിയായിരിക്കാം. തിയേറ്റർ റിലീസിൻ്റെ ഘട്ടം വരെ എത്തിയ ശേഷമാണ് തിരക്കഥയിൽ പവൻ വിലയുള്ള MG വാസുദേവൻ നായർ സാറിൻ്റെ തിരക്കഥയിൽ ഹരിഹര സാർ സംവിധാനം ചെയ്ത അന്നത്തെ സൂപ്പർ താരമായിരുന്ന സുകുമാരൻ നായകനായ, പിന്നീട് ശരീരം പ്രദർശിപ്പിക്കുന്ന നർത്തകിയായി മാറിയ അനുരാധ ആദ്യമായിട്ട് അഭിനയിച്ച ചിത്രം എവിടെയോ ഒരു ശത്രു പെട്ടിയിലിരുന്നത് ഞാൻ ഓർക്കുന്നു. MP വീരേന്ദ്രകുമാറിൻ്റെ ബന്ധു നിർമ്മാതാവായിട്ടും MGയും ഹരിഹരനും ഉണ്ടായിട്ടും ഏതോ ഒരു ശത്രു കാരണം എവിടെയോ ഒരു ശത്രു എന്നുള്ള പടം തിയേറ്ററിൽ വന്നില്ല. 10-30 വർഷങ്ങൾക്ക് ശേഷം 7ാം വരവ് എന്ന പേരിൽ ഈ ചിത്രം തന്നെ ഇന്ദ്രജിത്ത്, വിനീത്, ഭാവന എന്നിവരെ വെച്ച് ഹരിഹര സാറ് തന്നെ റീമേക്ക് ചെയ്തു. പടം 7 നില പൊട്ടി. സാറ് തന്നെ നിർമ്മിച്ചു എന്ന് തോന്നുന്നു. പടം പൊളിഞ്ഞുപോയി. പവൻ വിലയുള്ള ജയേട്ടൻ, നമ്മുടെ ജയൻ നായകനായ സിനിമയായിരുന്നു പഞ്ചപാണ്ഡവർ. ബോംബെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച് പൂർത്തിയാക്കി റിലീസിംഗ് ഡേറ്റ് വരെ ഫിക്സ് ചെയ്ത ശേഷം പെട്ടുപോയി. നിർമ്മിച്ചതിന് ചിലവായതിൻ്റെ 4 ഇരട്ടി തുക ഓഫർ വന്നിട്ടും നിർമ്മാതാക്കൾ തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ കാരണം ഏതോ സ്റ്റുഡിയോയിലെ ലാബിൽ അന്തി ഉറങ്ങി ആ ഫിലിം മെൽറ്റായി ഒട്ടി നശിച്ചുപോയി. GS വിജയൻ സംവിധാനിച്ചത് ചോദ്യം എന്ന് പറഞ്ഞൊരു പടമുണ്ട്. മോഹൻലാലിനും റഹ്മാനും ശോഭനയാണെന്ന് തോന്നുന്നു. കോഴിക്കോട്ടൊക്കെ ചിത്രീകരിച്ചതാണ്. സുരേഷ് കുമാറായിരുന്നു നിർമ്മാതാവ്. എവിടെയോ ഒരു ഘട്ടത്തിൽ വെച്ച് അതിൻ്റെ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ടോ എന്തോ കാര്യത്തിൽ മോഹൻലാൽ ചെറുതായിട്ടൊന്ന് ഇടഞ്ഞു. അങ്ങനെ ആ ചിത്രം നിന്നു. ഇതുവരെയും പിന്നെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിട്ടില്ല. ഇങ്ങനെ പറയാൻ നിരവധി സിനിമകളുണ്ട്. ഞാനെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, കെട്ടുപ്രായം കഴിഞ്ഞ പെണ്ണും പൂർത്തിയായ സിനിമയും ഇരുന്നു പോയാൽ പിന്നെ രക്ഷപ്പെടില്ല എന്നുള്ളത് ഉറപ്പാണ്.
ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് മോഹൻലാൽ തർപ്പണം എന്നൊരു നോവൽ എഴുതി. ഈ നോവൽ സിനിമയാക്കാനായി കെ എ ദേവരാജൻ എന്ന കോഴിക്കോട് ബേസുള്ള സുപ്രീം കോടതിയിൽ വരെ വാദിക്കുന്ന ഒരു മുതിർന്ന അഭിഭാഷകൻ, എഴുത്തുകാരൻ, നിയമവിദഗ്ധൻ മോഹൻലാലിനെ കണ്ടു. അദ്ദേഹമാണ് സംവിധാനം, അതിനുവേണ്ടിയാണ് കണ്ടത്. 16 വർഷം മുമ്പുള്ള കഥയാണ് ഇവിടെ പറയുന്നത്. മോഹൻലാൽ സിനിമകളടക്കം തിരക്കഥ എഴുതി പ്രശസ്തനായ എസ് സുരേഷ് ബാബു ആയിരുന്നു ഈ തർപ്പണം എന്ന് പറഞ്ഞ സിനിമയുടെ തിരക്കഥ എഴുതിയത്. അതിൻ്റെ പേര് മാറ്റി ആ പടത്തിന് സ്വപ്നമാളിക എന്നാണ് പേരിട്ടത്, തർപ്പണമെന്നല്ല. ഡോക്ടർ അപ്പു നായർ എന്ന ക്യാൻസർ രോഗവിദഗ്ധൻ തൻ്റെ പിതാവിൻ്റെ അസ്ഥി ഒഴുക്കുവാനായി വാരണാസിയിലെത്തുന്നു. അവിടെ വെച്ച് വിദേശ വനിതയായ രാധാ കാർമലിനെ പരിചയപ്പെട്ടു. അവിടെ മുതൽ കഥാപരിസരം മറ്റൊന്നായി മാറുന്നു സ്വപ്നമാളിക എന്നു പേരിട്ട ഈ സിനിമയ്ക്ക്. കഥയിൽ സംവിധായകൻ കെ എ ദേവരാജ് വരുത്തിയ എന്തൊക്കെയോ മാറ്റങ്ങളിൽ നോവൽ എഴുതിയ മോഹൻലാലുമായി തെറ്റിയിടത്താണ് സ്വപ്നമാളിക സ്വപ്നമായി നിന്നുപോയതെന്നാണ് അന്ന് പറഞ്ഞത്. 18 വർഷം മുമ്പാണ്, 2007. ഇസ്രയേലിക്കാരിയായ എലീനയാണ് രാധ എന്നുള്ള വേഷം ചെയ്തത്. സംഗീത സംവിധാനം നമ്മുടെ രാജാമണിയായിരുന്നു. തിലകനും ഇന്നസെൻറ്റും സുകുമാരിയും തുടങ്ങി ഒരുപാട് പേരുള്ള സിനിമയായിരുന്നു. ഇവരെല്ലാം മൺമറഞ്ഞു പോയി. ഈ ചിത്രത്തിൻ്റെ സംവിധായകനും കഴിഞ്ഞ വർഷം മൺമറഞ്ഞു പോയി. ഊർമിള വണ്ണി, കോട്ടയം നസീർ, പിന്നെ സാജു കൊടിയൻ, കുളപ്പള്ളി ലീല, ശിവാനി തുടങ്ങിയവരായിരുന്നു മറ്റ് അഭിനേതാക്കൾ. സംവിധായകൻ ദേവരാജൻ്റെ മകൾ അപർണ ദേവരാജനാണ് പാട്ടുകൾ എഴുതിയത്. മോഹൻലാലിനും ആൻ്റണി പെരുമ്പാവൂരിനും എതിരെ വഞ്ചനാ കേസൊക്കെ കൊടുത്തിട്ടാണ് ദേവരാജൻ ഈ ലോകത്തുനിന്ന് വിടവാങ്ങിയത്. ജുഡീഷ്യറിയിൽ 38 വർഷവും സാഹിത്യത്തിൽ MA-യും LLB-യും LLM-ഉം ഒക്കെ എടുത്ത ആളാണ് കെ എ ദേവരാജൻ. കുട്ടികളുടെ 8 ചിത്രങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതിലൊന്നായ മയിൽപ്പീലിയാണ് നമ്മുടെ കാവ്യമാധവൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ. ഒരു മോഹൻലാൽ സിനിമ ചെയ്യാൻ അവസരം കിട്ടുക, അതിൽ മോഹൻലാലിൻ്റെ നോവൽ വിഷയമാക്കുക, അതിൽ കയറി നിർമ്മാതാവുമായി സംവിധായകൻ. സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നപ്പോൾ കഥാകൃത്തായ മോഹൻലാലിനോടോ തിരക്കഥാകൃത്തായ സുരേഷ് ബാബുവിനോടോ ചോദിക്കാതെ വലിയ മാറ്റങ്ങൾ വരുത്തി തിരക്കഥയിൽ സംവിധായകൻ. ആദ്യ ഷെഡ്യൂളിൽ സഹകരിച്ചവരാരും 2ാം ഷെഡ്യൂളിൽ വന്നില്ല. കാരണം കാശി തന്നെയായിരുന്നു പ്രശ്നം. ഒളപ്പമണ്ണ മനയിൽ സെറ്റിട്ട 2ാം ഷെഡ്യൂളിൽ തിരക്കഥ ആകെ തട്ടിക്കൂട്ടി മാറ്റി. മോഹൻലാലിൻ്റെ സമ്മതമില്ലാതെ വേറെ ആൾക്കാരെ കൊണ്ട് ശബ്ദം കൊടുപ്പിച്ച്, എന്തൊരു ചങ്കൂറ്റൊന്നും ആലോചിച്ചു, വക്കീലായതുകൊണ്ടായിരിക്കാം. മോഹൻലാലിൻ്റെ ശബ്ദം കൊടുക്കാതെ വേറൊരാളിനെ കൊണ്ട് ശബ്ദം കൊടുപ്പിച്ച് ട്രെയിലർ ഇറക്കി ഈ പടത്തിൻ്റെ. ഹേമ കമ്മിറ്റി വരികയും കേസ് എടുക്കുകയും ചെയ്യുന്ന സമയത്ത് ദേവരാജനും കൊടുത്തു കേസ്. ഹേമയിൽ പണം വാങ്ങി വഞ്ചിച്ചു എന്നായിരുന്നു കേസ്. 30 ലക്ഷം രൂപയുടെ ചെക്ക് 2007 മാർച്ച് 29 ആൻ്റണി പെരുമ്പാവൂർ കൈപ്പറ്റിയ ശേഷം വഞ്ചിച്ചു എന്നായിരുന്നു കേസ്. കേസിനിടയിലാണ് സംവിധായകൻ ദേവരാജൻ മരിച്ചത്. ഇപ്പോൾ ഇത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്വപ്നമാളിക തീർത്ത് എങ്ങനെയെങ്കിലും തിയേറ്ററിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അടുത്ത കഥ എനിക്ക് വളരെ ബഹുമാനമുള്ള, എന്നെ ഇഷ്ടമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് ഭാര്യ മരിച്ചപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴും ഭാര്യ മരിച്ച ദുഃഖത്തിൽ നിൽക്കുമ്പോഴും എന്നോട് പറയുകയാണ്, നിങ്ങളുടെ ചാനൽ പതിവായിട്ട് കാണുന്ന ആളാണ് ഞാൻ, നമുക്കൊന്ന് സംസാരിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞ ആളാണ് ജഗദീഷ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലൊക്കെ ഈ കോളേജ് അധ്യാപകനാകാൻ പോകാതെ IFS ഒക്കെ എടുത്തിരുന്നെങ്കിൽ, ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന അംബാസഡറൊക്കെ ആയിരുന്നെങ്കിൽ, ജഗദീഷ് ആയിരുന്നെങ്കിൽ, പാകിസ്ഥാനുമായി യുദ്ധമോ ചൈനയുമായി അകൽച്ചയോ ഒന്നുമില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാൻ കഴിയും ജഗദീഷിന്. അങ്ങനെ ഒരു നൈപുണ്യമുള്ള ഒരാളാണ്. നിമിഷപ്രിയ എന്ന് പറഞ്ഞ ഹതഭാഗ്യയായ പെൺകുട്ടിയെ കൊല്ലാതെ വിട്ടുതരാൻ യമനിലേക്ക് ജഗദീഷ് പോയാൽ നിമിഷയെയും കൊണ്ട് എപ്പോൾ മടങ്ങി വന്നു എന്ന് ചോദിച്ചാൽ മതി എന്ന് ഞാൻ പറയും. അതാണ് കാന്തപുരത്തിൻ്റേത് ഒരാവശ്യമില്ല, ജഗദീഷിനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. ഇപ്പം തന്നെ നോക്കിയേ, അമ്മയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി, ദേവനടക്കം മത്സരിക്കുന്നുണ്ട്. അതിൽ ഒരേ ഒരു വനിതയെ ഈ സ്ഥാനത്തേക്കായി മത്സരിക്കുന്നുള്ളൂ, ശ്വേതാ മേനോൻ.
മത്സരം മുറുകി വന്നപ്പോൾ ജഗദീഷ് ഒരു സമ്മർസാൾട്ട് അടിച്ചു. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവർ പറഞ്ഞാൽ ഞാൻ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം, ഒരു പെണ്ണ് പ്രസിഡൻ്റാകട്ടെ, ശ്വേതാ മേനൻ പ്രസിഡൻ്റാകട്ടെ എന്നങ്ങ് പ്രഖ്യാപിച്ചു. ഈ പറഞ്ഞ 3 പേരും കമാന്നൊരക്ഷരം മിണ്ടിയില്ല. കാരണം ആർക്കും മത്സരിക്കാമെന്നാണല്ലോ മോഹൻലാൽ പറഞ്ഞത്. ഇവിടെ പാനലും കുന്തമൊന്നുമില്ല, ആർക്കും വേണമെങ്കിലും ഏത് സീറ്റിൽ വേണമെങ്കിലും മത്സരിക്കാമെന്ന് പറഞ്ഞാൽ അയാൾ ഊരിക്കളഞ്ഞല്ല. ആർക്കും മത്സരിക്കാമെന്നുള്ള നിലപാട് വന്നത്, നിലപാടുകൾ പറഞ്ഞ ആൾ തന്നെ ജഗദീഷെ മത്സരിക്കണ്ട എന്ന് പറയുന്നത് ശരിയല്ല. എന്നാൽ പിന്നെ ഞാനങ്ങ് പിൻവലിച്ചേക്കാമെന്നായി ജഗദീഷ്. പത്തനാപുരത്ത് ഗണേശനെതിരെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ജഗദീഷ് ഒരു തവണ മത്സരിച്ചിരുന്നല്ലോ. ഒരാവശ്യമില്ലാത്ത, ബുദ്ധിമാന് ചില നേരങ്ങളിൽ പറ്റുന്ന മണ്ടത്തരമാണ്. ഇപ്പോൾ അന്ന് അവിടെ മത്സരിച്ച BJP സ്ഥാനാർത്ഥി ഭീമൻ രഘുവായിരുന്നു. രഘുവും BJP വിട്ടുപോയി, ജഗദീഷും കോൺഗ്രസും വിട്ടുപോയി. ഞാൻ പറയാൻ വന്ന അതല്ല. മോഹൻലാൽ ഗണേശന് പിന്തുണ പ്രഖ്യാപിച്ച് പത്തനാപുരത്ത് പ്രസംഗിച്ചു. ജഗദീഷിനെ പറ്റി ഒരക്ഷരം മിണ്ടിയുമില്ല, ജഗദീഷ് എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ചുമില്ല. ഇതൊക്കെ നന്നായി ജഗദീഷിനെ അറിയാം, ഇല്ല എന്ന് പുറത്ത് കാണിക്കുന്നതാണ്. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ താൻ നന്നായി തോൽക്കുമെന്നും ജഗദീഷിന് അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലേല് ഇവരെല്ലാം കൂടി ചേർന്ന് എന്നെ തോൽപ്പിക്കുമെന്ന് ജഗദീഷ് സാറിന് അറിയാം. വിഷമം തോന്നരുത് താങ്കൾക്ക്. ഞാനൊരു 10-22 വോട്ടർമാരോട് ചോദിച്ചു, അമ്മയിൽ വോട്ട് ചെയ്യേണ്ട ഒരു 10-22 പേരോട് ചോദിച്ചു നിങ്ങളുടെ വോട്ട് ആർക്കായെന്ന്. ആ 22 പേരും എന്നോട് പറഞ്ഞത്, ദേവൻ്റെ പേര് ഒരാൾ പോലും പറഞ്ഞില്ല, 22 പേരും പറഞ്ഞത് ശ്വേതയ്ക്കാണ് വോട്ട് എന്നാണ്. വെറുതെ തോക്കുന്നവർക്ക് നൽകുന്നത് എന്തിനാ എന്നാണ് എന്നെ ചോദിച്ചത്. നമ്മുടെ ജഗദീഷിനപ്പോൾ വോട്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പിൻവാങ്ങിയിട്ടില്ല. അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് ഈ 22 പേരിൽ ഒരു 3 പേരെന്നോട് പറഞ്ഞത്. സുഖിപ്പിച്ച് ജനാധിപത്യം പറയും ചെയ്യില്ല എന്നാണ് സാറേ അമ്മയുടെ മക്കൾ പറയുന്നത് സാറിനെ പറ്റി. ഇക്കാര്യം ആദ്യം മനസ്സിലാക്കിയതും ജഗദീഷ് ആയിരിക്കാം. അന്തസ്സായിട്ടങ്ങ് പിന്മാറി ഇപ്പോൾ ശ്വേതാ മേനൻ്റെ രക്ഷകനുമായി. കാരണം ഒരു വനിത ഭരിക്കട്ടെ എന്ന് ജഗദീഷ് തന്നെ പറയും. അടുത്ത കഥ അതിനേക്കാൾ രസമാണ്. അമ്മ സംഘടന ആര് ഭരിച്ചാലും ഒരു നടപടി എടുത്താൽ അമ്മയുടെ 90% പ്രശ്നങ്ങൾ, 99% പ്രശ്നങ്ങൾ തീരുമെന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അതെന്താണ് എന്ന് ചോദിച്ചാൽ, ചിലരെ ഒതുക്കാനും ചിലരെ വെളുപ്പിക്കാനും അമ്മയെ നന്നായിട്ട് നാറ്റിക്കാനും അമ്മയുടെ നായർ ഞാനാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ചില യൂട്യൂബ് ഞരമ്പന്മാരെ അമ്മയുടെ 7 അയലത്ത് കയറ്റാതിരുന്നാൽ മതി, അമ്മയിലെ 99% പ്രശ്നങ്ങൾ തീരുമെന്നാണ് ആഗസ്റ്റ് 15-ന് അധികാരമേൽക്കാൻ പോകുന്ന സംഘടനാ നേതാക്കളോട് എനിക്ക് പറയാനുള്ളത്. ഇപ്പം തന്നെ ഒരുത്തം കൊടുത്ത ഒരു പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ എന്താണെന്ന് ചോദിച്ചാൽ, മെമ്മറി കാർഡ് ഒളിപ്പിച്ചത് എന്തിനു വേണ്ടി, ആരെ രക്ഷിക്കാൻ. ഇതാണ് ഒരു യൂട്യൂബറുടെ ടൈറ്റിൽ. ഈ അതിജീവിതയുടെ മെമ്മറി കാർഡ് പോലെ എന്തോ ഒരു ഭയങ്കര സംഭവം അമ്മയിലുണ്ടായി എന്ന് ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണിത്. അയാൾ പറയുന്നത്, കുക്കു പരമേശ്വരൻ 2 ക്യാമറ വെച്ച് 12 നടിമാരെ ഒരു മേശയ്ക്ക് ചുറ്റി ഇരുത്തി നിങ്ങൾ ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് തുറന്ന് പറയിപ്പിച്ച് ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്താൻ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഈ യൂട്യൂബർ പറയുന്നത്. കുക്കുവിനെ ഒതുക്കണം എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അതിനൊരു ഗുണമാകട്ടെ എന്ന് പറഞ്ഞാണ് ഈ സ്റ്റോറി ചെയ്തിരിക്കുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. അതിനായി ഒരുത്തനെ ഉപയോഗിക്കുമ്പോൾ നാറുന്നത് അമ്മയാണെന്ന് ഓരോ അംഗങ്ങളും, അമ്മയിലുള്ള ഓരോ അംഗങ്ങളും ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനി ഒരു 10-15 ദിവസങ്ങൾ, ഈ 15 ദിവസവും ഇയാളെ കൊണ്ടുകിടന്ന് നാറ്റിക്കരുത് അമ്മേ. 2018 ഈ ചിത്രീകരണം നടന്നതെന്ന് പറയുന്നു. എവിടെയോ ഇരുന്ന ക്യാമറയിൽ ചുവന്ന ലൈറ്റ് കത്തി എന്നാണ് ആകെ പറയുന്ന തെളിവ്. മൈക്ക് കൊണ്ടുവന്ന് പിൻ ചെയ്തു വച്ചുവെന്നോ നീട്ടി കാണിച്ചുവെന്നോ, മൈക്ക് നീട്ടി കാണിച്ചുവെന്നോ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നും ഈ വിവരദോഷി തന്നെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും മൈക്കൊന്നും വെച്ച് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് അയാൾ തന്നെ പറയുന്നു. 12 പെണ്ണുങ്ങളും സിനിമയിൽ നിന്നും തങ്ങൾക്ക് നേരിടേണ്ടി വന്ന തിക്താനുഭവങ്ങൾ തുറന്നു പറഞ്ഞത്രേ ഈ ചർച്ചയിൽ. എന്തെങ്കിലും നെഗറ്റീവ് ഹെഡിങ് ഇട്ട് ഏതെങ്കിലും വ്യഭിചാര കഥകൾ പറഞ്ഞ് റീച്ച് കിട്ടാൻ നോക്കുന്ന ഇക്കാലത്ത് ഇനി അഥവാ തങ്ങളുടെ അനുഭവങ്ങൾ തുറന്ന് പരസ്പരം ഈ മഹതികൾ പറഞ്ഞുവെങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ വിളിച്ചു പോകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവർ മലയാളികളാണ്, അരിയാഹാരം ഭക്ഷിക്കുന്നവരാണ്. മേളിൽ ഇവരിവിടെ താഴെ ഈ മീറ്റിംഗ് കൂടുമ്പോൾ മേളിൽ അമ്മയുടെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങും താഴെ സഹോദരിമാരുടെ വ്യഭിചാര ചർച്ചയും ആയിരുന്നത്രേ. എന്ന് മാത്രമല്ല, എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് താഴേക്ക് വന്ന പ്രസിഡന്റ് മോഹൻലാൽ ഈ പറഞ്ഞ പുണ്യാളൻ്റെ തോളിൽ തട്ടിയിട്ട്
ചിരിച്ചുകൊണ്ട് പോയെന്ന്. 2018 മോഹൻലാലാണോ അമ്മയുടെ ചെയർമാനെന്ന് അദ്ദേഹമാണ് പറയേണ്ടത്, ഞാനല്ല. ഏതെങ്കിലും സ്ത്രീകൾ എന്നെ ഇന്ന ആൾക്കാർ പീഡിപ്പിച്ചുവെന്ന് മറ്റൊരു സ്ത്രീയോട് പറയുമോ എന്നാണ് എനിക്ക് സംശയം. അതും 12 പേരുടെ മുന്നിൽ ക്യാമറയും തുറന്നു വെച്ചിട്ട് പറഞ്ഞു എന്നാണ് ഈ മഹാൻ പറയുന്നത്. പറഞ്ഞു എന്നാണ് ഈ വിദ്വാൻ പറയുന്നത്. ഇനി അഥവാ പറഞ്ഞു എന്ന് തന്നെ വെച്ചോളൂ. അമ്മ അംഗത്വം ഉള്ളവർ മാത്രം പ്രവേശിക്കുന്നിടത്ത് ഈ പറഞ്ഞ മഹാനെ കയറ്റുമോ? ഇനി അഥവാ കയറ്റിയെന്ന് വെച്ചോളൂ. 12 പേര് തങ്ങൾക്കുണ്ടായ പീഡന വിഷയം പരസ്പരം സംസാരിച്ചതറിഞ്ഞ ഈ മഹാൻ ആ വിവരം ഒളിച്ചു വെച്ചത് നിയമപരമായി ക്രിമിനൽ ഒഫൻസ് അല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 12 സ്ത്രീകൾ ദുഃഖാർത്ഥരായി ആരൊക്കെ മലയാള സിനിമയിൽ ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് പരസ്പരം പറയുന്നത് യവൻ അറിഞ്ഞുവെങ്കിൽ യവനത് ഒളിച്ചു വെച്ചത് ക്രിമിനൽ ഒഫൻസാണ്. ഇവൻ്റെ പേര് കേസെടുക്കേണ്ടതല്ലേ? പക്ഷേ ഇതൊന്നും ഇവിടെ ആരും സീരിയസ് ആയി കാണുന്നില്ല. കാരണം ഇതൊരു വാപോയ കോടാലിയായി അങ്ങ് വിട്ടിരിക്കുകയായിരിക്കാം. അതിനാൽ തന്നെ ഈ മഹാൻ ഇങ്ങനെയുള്ള ഇക്കിളി കഥകൾ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നലെ 5 or 6 സ്റ്റോറി വിട്ടിരിക്കുക അമ്മയ്ക്കെതിരെ. എന്നിട്ട് എല്ലാത്തിലും പറയുന്നത് അമ്മയുടെ നായർ ഞാനെന്നാണ്. ഞാൻ അമ്മയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. അമ്മയ്ക്കൊരു മോശ സമയം വന്നപ്പോൾ സ്പോൺസറായി ഞാൻ ആൾക്കാരെ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് പറയാൻ പറ്റുമെന്നേ? കുറേ പേർ കാണുകയും അതിൻ്റെ താഴെ വന്ന് അമ്മ എന്ന സംഘടനയെ തെറി പറയുന്ന കമൻറ്റുകൾ ഇടുകയും ചെയ്യും. അമ്മയ്ക്കും മക്കൾക്കും ഒരു പരാതിയുമില്ല, പരിഭവവുമില്ല. ഞാനിത് ചിത്രീകരിക്കാനായി വരുമ്പോൾ അറിയുന്നു അമ്മ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അറിയാൻ 3 അംഗ കമ്മിറ്റി വച്ചുവെന്നും അതിൽ പൊന്നമ്മ ബാബു, KPS ലളിത, മഞ്ജു പിള്ള എന്നിവരായിരുന്നു കമ്മിറ്റിക്കാരെന്നും അറിയുന്നു. കുക്കു പരമേശ്വരൻ എന്ന് പറഞ്ഞ നടി ആ കമ്മിറ്റിയിലേ ഇല്ലായിരുന്നു. 12 വർഷമുള്ള അധികാരത്തിലിരിക്കുന്ന കുക്കു, 15 വർഷം അധികാരത്തിലിരിക്കുന്ന കുക്കു എന്നൊക്കെയാണ് പലരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. 12 പേരോടും പറയാൻ പറഞ്ഞു. കുക്കു തുടങ്ങി വെച്ചു അത്രേ. ഈ ചർച്ചയിൽ 12 പേര് സംസാരിക്കണം. അതിൽ കുക്കുവാണ് ചർച്ച തുടങ്ങി വെച്ചതെന്ന് പറയുന്നു. പക്ഷേ ഈ മഹാൻ യൂട്യൂബിലൂടെ പറയുന്നത് കുക്കു പരമേശ്വരൻ ഷൂട്ട് ചെയ്ത് അതിൻ്റെ സിമ്മൊക്കെ എടുത്ത് മെമ്മറി കാർഡൊക്കെ എടുത്ത് ഭീഷണിപ്പെടുത്താൻ വേണ്ടി കയ്യിൽ വെച്ചിരിക്കുന്നു എന്നാണ് ഇയാൾ പറയണേ. ഒരു ക്യാമറ ഉണ്ടായിരുന്നു എന്ന് കുക്കു സമ്മതിക്കുന്നു. അതിൽ ദൂരെ നിന്ന് ചിത്രീകരിച്ചിരുന്നു. അതിൻ്റെ മെമ്മറി കാർഡ് KPS ലളിത വാങ്ങിപ്പോയി. ലേപ്പൽ മൈക്കോ അല്ലെങ്കിൽ കയ്യിൽ പിടിക്കുന്ന പിണറായി പറയും പോലെ കോലോ ഒന്നുമില്ലാതെ എങ്ങനെ റെക്കോർഡ് ചെയ്യുമെന്നാണ് കുക്കു പരമേശ്വരൻ ചോദിക്കുന്നത്. അതൊന്നും ചിന്തിക്കാതെ കുക്കുവിനെതിരെ പരാതികളുടെ കെട്ടിങ്ങനെ പൊട്ടിച്ചിടുകയാണ് ഈ യൂട്യൂബർ. പിന്തുണ ഒരു കുത്തിത്തിരിപ്പ് യൂട്യൂബ് ചാനലുണ്ട് എന്ന് വെച്ചാൽ എതിരാളികളെ ഇലക്ഷനിൽ നിൽക്കുന്നവരെ ഇങ്ങനെ വ്യക്തിഹത്യ നടത്തുന്നത് ശരിയാണോ എന്ന് അമ്മയിലുള്ള അംഗങ്ങൾ തന്നെ പരസ്പരം ആലോചിക്കട്ടെ. ഒരു കുഞ്ഞു കഥയോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ എന്തായാലും കുറേ കാലമായി രേണു സുധി എന്ന് പറഞ്ഞ മഞ്ജു വാര്യരാണല്ലോ കേരളത്തിലെ ചർച്ചാ വിഷയം. ഞാൻ ഇന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഏതോ ഒരു എപ്പിസോഡിൽ ഞാൻ ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ എൻ്റെ പെർമിഷൻ ഇല്ലാതെ എടുത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു എപ്പിസോഡ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. ഞാൻ ഒരു മെയിൽ ചെയ്താൽ മതി, ഇങ്ങനെ എൻ്റെ പെർമിഷൻ ഇല്ലാതെ കോപ്പിറൈറ്റ് വാങ്ങിക്കാതെ ഇങ്ങനെ ചെയ്തിരിക്കുന്നിട്ട് ആ ചാനൽ അപ്പോൾ പൂട്ടും. അപ്പോൾ യൂട്യൂബ് ബ്ലോക്ക് ചെയ്യും. പക്ഷെ ഞാൻ ചെയ്തില്ല. പാവം, അവന് 10, 500, 1000 കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പൊട്ടക്കുളത്തിൽ പുളവൻ ഫണീന്ദ്രൻ കട്ടക്കയം ക്രൈസ്തവ കാളിദാസൻ എന്ന് പണ്ട് പാടുമായിരുന്നു. അങ്ങനെ ഒരു ചൊല്ലുപോലെ തന്നെ ഉണ്ടായിരുന്നു. കട്ടക്കയം എന്ന് പറഞ്ഞ കവിയെക്കുറിച്ച് പറയുന്നതാണ്. കട്ടക്കയം ക്രൈസ്തവ കാളിദാസൻ എന്നാണ് അദ്ദേഹത്തെ ഉയർത്തിവിട്ടവർ പറഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ അതിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തി ഒരാളെ കൂടി കയറ്റാം എന്നെനിക്ക് തോന്നുന്നു. ഐശ്വര്യ റോയും സുസ്മിത സെന്നുമൊക്കെ ലോകസുന്ദരി പട്ടത്തിനായി റാമ്പിൽ വരികയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്യുന്നത് കാണുമ്പോൾ സത്യമായിട്ട് എനിക്ക് സന്തോഷം തോന്നുമായിരുന്നു. ഇന്ത്യക്കാരാണല്ലോ. മിസ് കേരള, മിസ് ട്രിവാൻഡ്രം മുതലായ മത്സരങ്ങളൊന്നും കാണാൻ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ക്ഷണമുണ്ടായിട്ടും ഞാൻ പോയിട്ടില്ല. കാരണം എനിക്ക് ഈ ക്യാറ്റ് വാച്ച് എന്ന് പറഞ്ഞ് ഇങ്ങനെ കണങ്ങി എന്ന് പറഞ്ഞ് നടക്കുന്നത് എനിക്ക് എന്തോ കണ്ടിരിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. കുറേ കഴുകൻ ക്യാമറകൾക്കിടയിലൂടെ പൂച്ച നടത്തവും അല്പവസ്ത്രധാരണവും നടത്തി മാർക്ക് നേടാനായി നടത്തുന്ന മത്സരങ്ങൾ കാണാൻ എന്തുകൊണ്ടോ എൻ്റെ മനസ്സ് അനുവദിക്കാറില്ല. ഇപ്പോൾ ഈ ഫാഷൻ പരേഡിനെ പറ്റിയും സൗന്ദര്യ മത്സരത്തെക്കുറിച്ചുമൊക്കെ എനിക്ക് ഓർമ്മിപ്പിച്ചത് എന്തിനും തയ്യാറെന്ന് പറഞ്ഞ് ഒരു മടിയുമില്ലാതെ പായുന്ന രേണു എന്ന പെങ്കൊച്ചുവിൻ്റെ പൂച്ച നടത്തം കണ്ടപ്പോഴാണ്. നമുക്ക് താല്പര്യമില്ലെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ അയച്ചു തരികയാണല്ലോ. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ രേണുവിൻ്റെ പൂച്ച നടത്തം. കാണിക്കാനുള്ള എല്ലാം കാണിച്ച് ഒരു മടിയുമില്ലാതെ കയ്യെഴുത്ത് എന്ന് പറയും, കൈ ഉയർത്തു.
തിരിഞ്ഞയില് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞയിക്കും, കുനിഞ്ഞയിക്ക് എന്ന് പറഞ്ഞാൽ കുനിഞ്ഞു, എന്തും ചെയ്യാൻ തയ്യാറായി ആ കുട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപാര തൊലിക്കൊട്ടിയുള്ളവർ പോലും ഈ കൊച്ചിൻ്റെ മുന്നിൽ നമിച്ചു പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വനിത പോലുള്ള സദാചാര പെൺമാസികകളും വലിയ പത്രങ്ങളുമൊക്കെ മത്സരിക്കുകയാണ് രേണുവിൻ്റെ ഇല്ലാത്ത ഗ്ലാമർ കാണിക്കാനായിട്ട്. കത്തിച്ച് വിടുകയാണ് അവരെല്ലാം. വനിതയൊക്കെ ഇങ്ങനെ ഓൺലൈനിൽ അവരുടെ നഗ്നത പ്രദർശിപ്പിക്കുന്ന ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ ഇടുകയാണ്. യൂട്യൂബർമാർക്കൊക്കെ ചാകരയാണെന്ന് പറയാം. കാരണം പരമാവധി സ്വാതന്ത്ര്യം നൽകുന്ന ഈ പെങ്കൊച്ച് ഇനി എവിടം വരെ പോകും എന്നാണ് നമുക്ക് കാണാനുള്ളത്. ചേച്ചിയുടെ ഊരിപ്പോയ പല്ലുകൾ വയ്ക്കണമെന്ന് ഒരു യൂട്യൂബർ പറയാം. ചേച്ചി ഈ പല്ല് ചിരിക്കുമ്പം പല്ലില്ല എന്നറിയുന്നു, വയ്ക്കാം, പല്ല് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ പല്ല് അല്പം തള്ളിയിട്ടുണ്ടോ എന്നൊരു സംശയം, മുൻവശം കെട്ടാം, അതും കെട്ടാം. വായി നോക്കികൾ പറയുമ്പോൾ എല്ലാം ഉടനെ ശരിയാക്കാമെന്നാണ് രേണുവിൻ്റെ ഉറപ്പ്. ഇവിടം കൊണ്ട് വായി നോക്കികൾ നിർത്തിയാൽ നല്ലത്. അവിടവും കടന്നു പോകുമോ എന്നാണ് എൻ്റെ സംശയം. കാരണം യുവമാർ പറഞ്ഞു ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടേ, ചേച്ചിയുടെ കാലിന് ചെറിയ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ കാലൊക്കെ എടുത്ത് നീട്ടിയാലേ എന്താവുമെന്ന് പറയാൻ, വയറൊന്നും കാണിക്കാനൊന്നും യാതൊരു മടിയില്ല. അങ്ങനെ രേണു തകർത്താടുകയാണ്. എവിടം കൊണ്ടെത്തും ഇത് എന്ന് എനിക്കറിയില്ല. ഈ യൂട്യൂബർമാരെല്ലാം കൂടെ പാവം ആ കൊച്ചിനെ വഴിയാധാരമാക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ആഴ്ചത്തെ വാരഫലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. എന്തായാലും ഇത് ചിത്രീകരിക്കുന്ന ഇന്ന് 5 മണിക്ക് അമ്മയിലെ നാമനിർദ്ദേശ പത്രികകളെല്ലാം സ്വീകരിക്കണോ അല്ല തള്ളണോ പിൻവാങ്ങണോ അതോ ഉറച്ചു നിൽക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് 5 മണിക്കാണ്. എന്തെല്ലാം സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അടുത്ത വാരഫലത്തിൽ അതിൻ്റെ ബാക്കിയെല്ലാം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.